ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് ഇനി ബാക്കിയുള്ളത്. ബി.ജെ.പിക്ക് വോട്ട് നേടാനുള്ള അഭ്യാസമായിരിക്കും ഇടക്കാല ബജറ്റ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം.പി പ്രതികരിച്ചിരിക്കുന്നത്. പൂർണ്ണ ബജറ്റിൽ പോലും കേരളത്തിന് മതിയായ പരിഗണന ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇടക്കാല ബജറ്റിൽ കാര്യമായ പ്രതീക്ഷ വേണ്ട എന്നും കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അതിനു മുമ്പ് അവതരിപ്പിക്കുന്ന ഇടക്കാല ബഡ്ജറ്റ് അല്ലെങ്കിൽ 2-3 മാസത്തേക്കുള്ള ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിൽ തീർച്ചയായും മോദി സർക്കാരിൻ്റെ കുറേ ജനപ്രിയ പരിപാടികളൊക്കെ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി അത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു ക്യാമ്പയിനാക്കി വോട്ട് നേടുവാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമായിരിക്കും ഈ ബഡ്ജറ്റിൽ ഇടക്കാല ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ചെയ്യാൻ പോകുന്നത്. ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് മതിയായ പരിഗണന ലഭിക്കുകയോ പ്രോജക്റ്റുകൾ ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കേരളത്തിന്റെ ധനപ്രതിസന്ധിയിൽ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി കുറ്റപ്പെടുത്തി. UDF എംപിമാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നത് കരിവാരിത്തേക്കാനുള്ള CPIMന്റെ ശ്രമമാണ്. പ്രതിപക്ഷ എംപിമാരെ കാണാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് കുറ്റപ്പെടുത്തി.